ഞാൻ ഉത്സവം ഒന്നാട് കഴിഞ്ഞു കിട്ടിയാലേ സമാധാനമുള്ളൂ. ആവശ്യമില്ലാത്തൊരു ഉത്തരവാദിത്വം തലയിൽ കയറ്റി വെച്ച മാതിരിയായി പോയത്. നല്ലതല്ലേ അത്? നാട്ടിലൊരു പൂരത്തിനൊക്കെ കമ്മിറ്റി ആകാന്ന് പറഞ്ഞ അന്തസ്സല്ലേ? ഇതിപ്പോ എന്താ അറിയോ, കഴിഞ്ഞ കമ്മിറ്റിക്കാർ ചെയ്തൊരു പരിപാടിയാ. അവരെന്താ വെച്ചാൽ ഈ പൂരത്തിന് പൈസ കണ്ടമാനം പിരിച്ചു കഴിഞ്ഞിട്ട് അവസാനം അതിന്റെ ഒരു അവലോകന യോഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇവര് കണക്ക് അവതരിപ്പിക്കുന്നതിൽ എന്തൊക്കെ ഭയങ്കര പാളിച്ചകൾ പറ്റി. ഇത് ഞങ്ങളുടെ അവിടെ അമ്പലത്തിലും ഉണ്ടായി. ഈ ഉത്സവ കമ്മിറ്റിക്കൊക്കെ പിരിവ് എന്നിട്ട് ട്രഷറിന്റെ അടുത്തായിരുന്നല്ല കാശി. കണക്ക് അവതരിപ്പിക്കേണ്ടി വന്നപ്പോ ഇയാള് കാശ് മുക്കിയിട്ടുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞ ഇയാള് വണ്ടിക്ക് വന്ന വഴി ഭാഗ്യത്തിന് പൈസ ഒന്നും പോയില്ല, റെസീറ്റ് ബുക്ക് മുഴുവൻ നഷ്ടപ്പെട്ടെന്ന്. അപ്പൊ കണക്ക് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഈ രാമേന്ദ്രൻ മാഷല്ലേ അതിന്റെ പ്രസിഡന്റ് നിങ്ങളുടെ? ഞാൻ ആ അവലോകന യോഗത്തിന് വെറുതെ പോയതാണ്. അതിലെല്ലാരും കൂടി പറഞ്ഞു പിടിച്ചിട്ട് ഇപ്പൊ അവസാനം എന്നെ ജോയിന്റ് സെക്രട്ടറി ആക്കിയിട്ട് ഇനിയിപ്പോ ഈ ഉത്സവം ഗംഭീരമായിട്ട് നടത്തിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അതിനും വേണ്ടിയിട്ടുള്ള ഓട്ടാണ് ഇപ്പൊ. എന്താ ഗംഭീര പ്രോഗ്രാമുകളാണോ? പരിപാടി ഗംഭീരാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 ആന, ഇത്തവണ 4 ആന ഉണ്ട്. അയ്യോ, ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അവിടെ ഉള്ള ജയപ്പമ്പലൂല്ലേ, അവിടെ ഒരു ആനനെ കൊണ്ടുവന്നിട്ടുണ്ടായി. തലച്ചിറ കേശവൻ. വെടിപ്പല്ല, അതിനെന്തോ അസുഖം ഉണ്ടെന്നോ. അതിന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. തുമ്പിക്കൈനൊരു വിറവല്ലേ. ഇത് നമ്മള് മംഗലംകുന്ന് ഗണപതിയും പിന്നെ കേശവനും. ഇത് വന്നപ്പോ തൊട്ട് ഒരേ നിപ്പാണ്. പട്ട വെട്ടിയിടും, എങ്ങാട് പോണെന്ന് കാണാനില്ല, എഴുന്നള്ളിക്കാനും പറ്റിയില്ല. പിന്നെ അത് ഉത്സവം തീരുന്നതിന് മുമ്പ് പറഞ്ഞു വിട്ടായില്ല. പിന്നെ നീ മറ്റേ ഈ ആലിപ്പറമ്പ് കേട്ടിട്ടുണ്ട്? ആലിപ്പറമ്പ് ഇല്ല. ആലിപ്പറമ്പ് പിന്നെ അവിടെ ഉള്ള ഒരു ആളുടെയാണ് ഈ കൊട്ട് തായമ്പക. അതൊക്കെ ഗംഭീരാണ്. മട്ടന്നൂരിന് നമ്മൾ ആദ്യം നോക്കിയത്, പക്ഷെ അത് കിട്ടാൻ സാധ്യതയില്ല. ഈ നമ്മുടെ നടൻ ജയറാമിന് ഒരു ആന ഉണ്ടായി, പക്ഷെ അത് മരിച്ചുപോയി. ഈ ആന മരിച്ചു എന്നല്ലോ പറയാ, ആന ചെരിഞ്ഞു എന്നാ പറയാ. നീ മണ്ടത്തരം വേറെവിടെയും പോയി പറയണ്ടത്. ഇല്ല. അതെ, ഞാൻ ഈ ഉത്സവം കഴിയുന്നവരെ 6, 7, 8, 9 4 ദിവസം ഞാൻ ഉണ്ടാവില്ല കേട്ടാ. 4 ദിവസം ലീവ് വേണോ? പിരിവിന് പോണ്ടടാ, പൈസ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കൊള്ളണം. നല്ല കാര്യത്തിനല്ലേ ഞാൻ നോക്കിക്കോളാം. നീ ഭക്ഷണം കഴിക്കണില്ലേ? വാ, ചായ കുടിച്ചിട്ട് പോ. ചായ അമ്പലത്തിന്. ഞാൻ അമ്പലത്തിൽ പോണോ? അമ്പലത്തിൽ കഴിക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് വരാൻ. ഇനി ചായ കുടിക്കാൻ നേരം വൈകുന്നു. ഇതെന്താ നീ പറയെടുത്ത് മുമ്പിൽ പോണ പോലെ ഉണ്ടല്ലോ, നിന്റെ തിരക്ക് കണ്ട. എടി, കമ്മിറ്റിയിൽ കയറാനൊക്കെ ഒരുപാട് ആൾക്കാരാണ്. ഒരൊറ്റ മനുഷ്യ ഒരു പരിപാടിക്കും വരില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കും. ഒന്നും നടക്കൂല. കനകം ചെന്നിട്ടാണ് അവിടെ എല്ലാം ആന വരാനായിട്ട്. ഇതിന് മാത്രം പരിപാടിയൊന്നുമില്ല, 2-3 ആന വരണല്ലേ ഉള്ളൂ. അതേന്ന് ആ പഞ്ചാരി മേളത്തിന്റെ ഇതിന്റെ ഒക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യൊക്കെ വേണ്ടേ? കഴിക്കണില്ല അപ്പൊ? കഴിക്കണ്ട. എടാ, വേറെന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു? പിന്നെ ആ കൊച്ചില്ലേ, ആ ടി-വിയിൽ പറഞ്ഞ കൊച്ചില്ലേ, അതിന്റെ പരിപാടിയൊക്കെ ചിലപ്പോ നേരത്തെ വയ്ക്കും. അപ്പൊ വേഗം വന്നിട്ട് സീറ്റ് പിടിച്ച് മുമ്പിൽ ഇരുന്നോണ്ടില്ല, പിന്നെ സീറ്റ് ഒന്നും കിട്ടൂല. നീ അവിടെ രാവിലെ മുതലുണ്ടല്ലോ 2-3 സീറ്റ് അങ്ങ് പിടിച്ചിട്ടോ. ഈ പൂരത്തിന് എങ്ങനെയാണ് ഈ സീറ്റ് പിടിക്കണ പരിപാടി? ആളുകൾ വന്ന് തോന്നിയോടത്ത് കയറി ഞങ്ങള് വരുന്ന പറഞ്ഞാൽ മതി. നിന്റെ മറ്റേ അത് നടക്കും. അതെ, വന്നോളൂട്ടാ നേരത്തെ. ഉത്സവം പൂട്ടിട്ട് ഞാൻ അമ്പലത്തിലേക്ക് ഉണ്ടായിരിക്കണ പൂരായിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാച്ചിട്ട് വരുമ്പോ നീ അങ്ങോട്ട് പോവാ. അതുകൊണ്ട് കാര്യമില്ല. അവിടെ ഒരുപാട് മെമ്പർമാരുടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. മെമ്പർമാരൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അവിടെ ഒരു കാര്യത്തിന് ഒരു മനുഷ്യല്ല. ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കൂല. നീ എന്താ നീ അതിന്റെ വലിയ തുമ്പത്തുള്ള ആളാ? ഞാൻ സെക്രട്ടറി അല്ലേ, ജോയിന്റ് സെക്രട്ടറി. അതിന്റെ ഗുണമൊക്കെ കാണാണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്രാവശ്യം പൊടിപ്പനാന്ന്. 3 ആന കണ്ടെന്ന് പറഞ്ഞിട്ട്. 3 ആന, പഞ്ചവാദ്യം, പിന്നെ ആലിപ്പറമ്പിന്റെ കൊട്ട് വേറെ ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ ഒരു രസമാണ്. അല്ല, നീ ഒരു സെക്രട്ടറി എന്നല്ലേ പറഞ്ഞു? ഒരു ആനവാല് സംഘടിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. ആനവാലോ? അതിനാണ് എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പേടി, ഞെട്ടി ഉണരുക. അപ്പൊ ആനവാല് മോതിരം ഉണ്ടാക്കി കെട്ടിയാലേ പേടി മാത്രം. എന്റെ അമ്മമാരോട് ഈ മണ്ടത്തരം പറഞ്ഞത്. ഇത്രയും വലിയ ഒരു ജന്തു, അതൊരു തോട്ടിക്കോലും മെല്ലിച്ചിട്ടൊരു മനുഷ്യനും പേടിച്ചിട്ട് അത് നടക്കണത്. പിന്നെ ആ ആനയുടെ വാലിന്റെ മോതിരം കൊണ്ടുവന്ന് കെട്ടിയിട്ട് അമ്മാവന്റെ എന്ത് പേടി മാറുന്നതാണ് ഈ പറയുന്നത്? അതൊക്കെ പണ്ടുള്ളവർ അങ്ങനെ പറയാറോ? ഒന്നല്ലെങ്കിൽ വള കെട്ടി അല്ലെങ്കിൽ മോതിരം ഉണ്ടാക്കി കെട്ടിയാൽ പേടി മാറുന്നതാണ്. എനിക്കൊന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? എനിക്ക് സംഘടിപ്പിച്ചു തരാൻ പറ്റൂല. ആനവാല് കെട്ടാൻ. അല്ല, നീ ഊണയിക്കണ്ടാവില്ലേ? ഇല്ലല്ല, അമ്പലത്തിൽ ഞാൻ സംഘടിപ്പിച്ചേ. അയ്യോ വേണ്ട, നിന്റെ വാല് വേണ്ട. അതിനെ കൊണ്ട് പൊറുതി മുട്ടിട്ടിരിക്കുന്നു. എവിടെ രാവിലെ കണ്ടും പോയതാ. നോക്കി നടക്കടേ, താഴത്തോക്കി കിടക്ക്. നീ ഉത്സവമായിട്ട് ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കാൻ വയ്യാക്കി. ഇച്ചിരി പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്ടേ? അത് ഞാൻ പാർട്ടി പ്രസിഡന്റിന് മെയിൽ അയച്ചോണ്ടിരിക്കുക. ഈ ഉത്സവം നടക്കുന്ന ദിവസമാണ് എനിക്ക് പാർട്ടിയും പ്രസിഡന്റൊക്കെ. ഇവിടത്തെ കാര്യങ്ങൾ ആലോചിക്കടാ. കാട്ടുകോഴിക്ക് എന്തോന്ന് ഉത്സവം, എന്തോന്ന് സംക്രാന്തി അമ്മാവാ. അല്ലടാ, നമ്മുടെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, അവരുടെ ഗാനമേളയാണ്. ഇന്ന് ഗാനമേള ഉണ്ടോ? അവരുടെ അടിച്ചാലേ പോയി കളിക്കാൻ പറ്റൂ.
ഉത്സവം ഉത്സാഹിക്കണമെന്നുള്ള മനസ്സ് എൻ്റെ കയ്യിലുണ്ട് അമ്മാവ. പക്ഷേ ഈ ഉത്സാഹം വരുത്താനുള്ള മറ്റേ ഉത്സാഹം എൻ്റെ കയ്യിലില്ല. അമ്മാവൻ്റെ കയ്യിലുണ്ട്. അമ്മാവൊന്ന് ഉത്സാഹിക്ക്. അമ്മാവന് ഉത്സാഹം അങ്ങ് നിർത്തി. അതെ അതെ, വയസ്സിന് മൂത്തവർ എന്തെങ്കിലും സംസാരിക്കാൻ അതിൻ്റെ ഇടയിൽ അഭിപ്രായം പറയാൻ വരരുത് കേട്ടോ. ക്ഷമിക്കണം. ആ അതെ, ചാവണേന്റെ മുമ്പെങ്കിലും എൻ്റെ ഒരു തുള്ളി എനിക്ക് കിട്ടുമോ? ഞാൻ എക്സൈസ് മന്ത്രി ആവട്ടെ, അമ്മാവനെ ഞാൻ അങ്ങോട്ട് സ്പിരിറ്റിലോട്ട് മുക്കി കൊല്ലും. പിന്നെ കൊല്ലം എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങ് വരാവോ? ആ ഇതോടെ ഇന്നത്തെ സ്പെഷ്യല് എന്നോ ആനമുട്ട പുഴുങ്ങിയത്. ആ ആനമുട്ടയാണ് ഈ കുടുംബത്തിന്റെ ഒരു സൗന്ദര്യ രഹസ്യം അല്ലേടി? എന്നാ 2 ആനമുട്ട എടുക്ക്, അമ്മാവന് കൊടുക്ക്. Alien versus Alien.